ഹലോ ഗായ്സ്, തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോ എന്താണെന്ന്. അതായത് ദുബായിൽ നമ്മൾ ജോബ് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഫസ്റ്റ് ഡിസ്ക്ലൈമർ എന്ന് പറയുന്നത് ഇത് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ സെർച്ച് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എസ്പെഷ്യലി മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക്. മറ്റുള്ളവർക്ക് ഇത് സെയിം ആണോ എന്ന് ചോദിച്ചാൽ അതെനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ദെൻ ഇതൊരു ഷോർട്ട് വീഡിയോ ആയതുകൊണ്ട് 3 മിനിറ്റേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. ഇൻ കേസ് ഇത് 3 മിനിറ്റിൽ എക്സീഡ് ആവുകയാണെങ്കിൽ പാർട്ട് 2 വരുന്നതായിരിക്കും. അപ്പോൾ താമസിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമ്മൾ ഇവിടെ ദുബായിൽ ജോബ് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് CV. നമുക്കൊരു ബെറ്റർ, അട്രാക്റ്റീവ് ആൻഡ് ഇംപ്രസീവ് ആയിട്ടുള്ളൊരു CV ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഇഷ്ടംപോലെ ആപ്പുകളൊക്കെ അവൈലബിൾ ആണ് നമുക്ക് CV പ്രിപ്പയർ ചെയ്യാനായിട്ട്. നിങ്ങൾക്ക് അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. എങ്ങനെയായാലും അത് ഇംപ്രസീവ് ആയിരിക്കണം. നേരത്തെയൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ CV പ്രിപ്പയർ ചെയ്യുമ്പോൾ 2-3 പേജൊക്കെ ഉണ്ടായിരിക്കും. ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈവൻ അതൊരു സിംഗിൾ പേജ് ആണെങ്കിൽ കൂടി അത് നമുക്ക് നമ്മളുടെ CV നോക്കുന്നവർക്ക് ഇംപ്രസീവ് ആയിരിക്കണം. നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും ആ ഒരു സിംഗിൾ പേജിൽ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ ശ്രമിക്കണം. ഇവിടെയൊക്കെ നമ്മൾ പല സൈറ്റിലും നമ്മുടെ CV അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് സിംഗിൾ പേജിലുള്ള അതിന് കുറേ സൈസൊക്കെ ഉണ്ട്. ആ സൈസിലൊക്കെയുള്ള CV അപ്ലോഡ് ചെയ്യാനാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് സിംഗിൾ പേജിലുള്ളൊരു CV പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എക്സാം. നമ്മൾ ദുബായിൽ ഏത് സ്ഥലത്തോട്ട്, ഏത് എമിറേറ്റ്സിലോട്ടാണോ പോകാൻ ആഗ്രഹിക്കുന്നത് ആ സ്ഥലത്ത് എക്സാം പാസ്സാവുക എന്നുള്ളതാണ്. അതായത് ഇവിടുത്തെ എമിറേറ്റ്സ് അനുസരിച്ച് നമ്മുടെ എക്സാംസും ഡിഫറൻ്റ് ആണ്. അതായത് ദുബായിലാണെങ്കിൽ DHA, അബുദാബി ആണെങ്കിൽ ഹാദ്, ഷാർജ ആണെങ്കിൽ MOH, അങ്ങനെ എക്സാംസ് വേരി ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് എക്സാം പാസ്സാവുക. ഇപ്പം പിന്നെ പറയുന്നുണ്ട് നമുക്ക് ഈ ദുബായിൽ ഏത് സ്ഥലത്ത് പോകണമെങ്കിലും ഒരു എക്സാം എഴുതി അത് നമുക്ക് കൺവേർട്ട് ചെയ്യാമെന്ന്. അപ്പം ഞാൻ ഏജൻസിയുമായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറയുന്നത് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും അത് അക്സെപ്റ്റബിൾ അല്ല. നമ്മൾ എക്സാം എഴുതി പാസ്സായി കഴിയുമ്പോൾ നമുക്ക് എലിജിബിലിറ്റി കിട്ടും. അതായത് നമ്മൾ ദുബായിൽ വർക്ക് ചെയ്യാൻ എലിജിബിൾ ആണ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ഇൻ കേസ് നമ്മൾ ഷാർജ എക്സാം എഴുതി ഇവിടെ വന്ന് ദുബായിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്നിരിക്കട്ടെ, ചിലപ്പോൾ ഹോസ്പിറ്റലുകാർ നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് MOH കൺവേർട്ട് ചെയ്ത് DHലോട്ട് ആക്കാൻ താല്പര്യമുണ്ടോ എന്ന്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കൺവേർട്ട് ചെയ്യാം. പക്ഷെ അവിടെ നമ്മളൊരു ലാർജ് എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. നമ്മുടെ എലിജിബിലിറ്റി, അതായത് നമ്മളിപ്പോൾ MOH എലിജിബിലിറ്റി എടുത്തിട്ടാണ് വന്നെങ്കിൽ, ഷാർജ എലിജിബിലിറ്റി എടുത്തിട്ടാണ് വന്നെങ്കിൽ ദുബായിലേക്ക് അത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ലാർജ് എമൗണ്ട് പേ ചെയ്യേണ്ടി വരും. അതിലും ബെറ്റർ നമ്മൾ ഏത് എമിറേറ്റ്സിലോട്ട് പോകാനാണോ ആഗ്രഹിക്കുന്നത് അവിടുത്തെ എക്സാം എഴുതുക എന്നുള്ളതാണ്. അപ്പം എലിജിബിലിറ്റി എടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്.